അങ്ങനെ ഇപ്പോൾ കോസ്മിക് ഗോസ്റ്റ് റൈഡറിൻ്റെ 5ാം ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിനു മുമ്പുള്ള പാർട്സ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഇപ്പോൾ മോണാർക്ക് സ്റ്റാർ സ്റ്റോക്കർ എന്ന ബൗണ്ടി ഹണ്ടർ നമ്മുടെ 2ാമത്തെ ഗോസ്റ്റ് റൈഡറിനെ പിടിച്ച ഒരു സെല്ലിലിട്ട് പൂട്ടി തൻ്റെ ആ ഷിപ്പുമായി ഗോസ്റ്റ് റൈഡറിനെ പിടിക്കുവാൻ കൊട്ടേഷൻ നൽകിയ ഷിയാറിലെ അംബാസിഡറിനെ കാണുവാൻ മോണാർക്ക് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വഴിയിൽ വെച്ച് ഷിയാറിലെ അംബാസഡർ പറഞ്ഞിട്ട് ആ ഒരു ഗ്ലാഡിയേറ്റർ മോണാർക്കിൻ്റെ ഷിപ്പിലേക്ക് വരുന്നു. അയാൾ വന്നിരിക്കുന്നത് കോസ്മിക് ഗോസ്റ്റ് റൈഡറിനെ മോണാർക്ക് ശരിക്കും പിടിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുവാനാണ്. മോണാർക്കിന് വലിയൊരു തുക പ്രതിഫലം കൊടുക്കാൻ അംബാസഡർ പോകുന്നത് കൊണ്ടാണ് അംബാസഡർ തൻ്റെ കീഴിലുള്ള ഗ്ലാഡിയേറ്ററിനെ മോണാർക്കിൻ്റെ അടുത്തേക്ക് അയച്ചത്. അങ്ങനെ ഇപ്പോൾ താൻ ശരിക്കും ഗോസ്റ്റ് റൈഡറിനെ പിടിച്ച് ഈ ഷിപ്പിലെ സെല്ല് ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് മോണാർക്ക് ഗ്ലാഡിയേറ്ററിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ആ സെല്ല് തുറന്ന് ഗോസ്റ്റ് റൈഡറിനെ തനിക്ക് കാണിച്ചു തരുവാൻ ഗ്ലാഡിയേറ്റർ മോണാർക്കിനോട് പറയുകയാണ്. അപ്പോൾ തന്നെ മോണാർക്ക് സെല്ല് തുറന്നതും എന്തോ കണ്ട് മോണാർക്ക് ഞെട്ടിപ്പോവുകയാണ്. കാരണം ആ സെല്ലിൽ ഗോസ്റ്റ് റൈഡർ ഇല്ല. പുള്ളിക്കാരൻ ആ സെല്ലിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ അവിടെ ഞെട്ടി നിൽക്കുന്ന മോണാർക്കിൻ്റെയും ഞെട്ടാതെ നിൽക്കുന്ന ഗ്ലാഡിയേറ്ററിൻ്റെ അടുത്തേക്ക് അവിടെയുള്ള ഒരു ടോയ്ലറ്റ് റൂമിൽ നിന്നും 2ാമത്തെ ഗോസ്റ്റ് റൈഡർ പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല മോണാർക്കിനോടും ഗ്ലാഡിയേറ്ററിനോടും ഫൈറ്റ് ചെയ്യുവാൻ ഗോസ്റ്റ് റൈഡർ തീരുമാനിക്കുന്നു. ഇതേ സമയം ഇനി നമ്മുടെ ഫ്രാങ്കിനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ ഇപ്പോൾ അവിടെയുള്ള ഒരു ഗോസ്റ്റ് റൈഡറിൻ്റെ കയ്യിൽ നിന്നും ചുമ്മാ അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെയുള്ള ബാക്കി ഗോസ്റ്റ് റൈഡേഴ്സ് പരസ്പരം ഫൈറ്റ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ അടി മേടിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രാങ്ക് തൻ്റെ പവർ എങ്ങനെയൊക്കെയോ പുറത്തു കൊണ്ടുവന്ന് തന്നെ തല്ലുന്ന ഗോസ്റ്റ് റൈഡറിനെ ചെറുതായി തെറിപ്പിച്ചിട്ട് അവിടെയുള്ള എല്ലാ ഗോസ്റ്റ് റൈഡേഴ്സിനോടും നമ്മൾ ആരും ഒറിജിനൽ ഗോസ്റ്റ് റൈഡേഴ്സ് അല്ല എന്നും ഒരു ബ്ലാക്ക് ഹോൾ കാരണം വേർപെട്ടു പോയ ഓരോരോ വികാരങ്ങളാണ് നമ്മളെല്ലാവരുമെന്നും നമ്മൾ പഴയതുപോലെ ഒന്നിച്ചില്ലെങ്കിൽ നമ്മൾ പതുക്കെ മരിക്കുമെന്നും ഫ്രാങ്ക് ബാക്കിയുള്ളവരോട് പറഞ്ഞതും അതെല്ലാം കേട്ട് ഗോസ്റ്റ് റൈഡേഴ്സ് എല്ലാവരും ഭയങ്കരമായി ചിരിച്ച് ഫ്രാങ്കിനെ കളിയാക്കുകയാണ്. അവരാരും ഫ്രാങ്ക് പറഞ്ഞത് വിശ്വസിച്ചില്ല. ഇപ്പോൾ താൻ പറഞ്ഞത് ആരും വിശ്വസിക്കാത്തത് കണ്ടതും അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് വിശ്വസിക്കണമെന്നും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പവേഴ്സ് ഫുള്ള് പുറത്തെടുത്ത് നോക്കുവാൻ ഫ്രാങ്ക് മറ്റുള്ളവരോട് പറഞ്ഞതും അപ്പോൾ തന്നെ എല്ലാവരും അവരുടെ പവേഴ്സ് മുഴുവൻ പുറത്തെടുക്കുവാൻ നോക്കിയതും അതിന് സാധിക്കുന്നില്ല. അത് കണ്ടതും ഗോസ്റ്റ് റൈഡേഴ്സ് ഫ്രാങ്കിനോട് ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചതും അപ്പോൾ തന്നെ ഫ്രാങ്ക് നമ്മളെല്ലാവരും ഒന്നിച്ചില്ലെങ്കിൽ നമ്മളെപ്പോഴും വീക്കായി പോയിക്കൊണ്ടിരിക്കുമെന്ന് മറ്റുള്ളവരോട് പറഞ്ഞതും അപ്പോൾ തന്നെ മറ്റു ഗോസ്റ്റ് റൈഡേഴ്സ് അങ്ങനെയാണെങ്കിൽ പഴയതുപോലെ ആക്കുവാൻ ഫ്രാങ്കിനോട് പറഞ്ഞതും അന്നേരം തന്നെ ഫ്രാങ്ക് നമുക്ക് നോക്കാമെന്നും പക്ഷെ ഒരു ഗോസ്റ്റ് റൈഡറും കൂടി പുറത്തുണ്ടെന്നും അവനിപ്പോൾ ഒരു ബൗണ്ടി ഹണ്ടറായ മോണാർക്കിൻ്റെ കയ്യിലാണെന്നും അവനെ നമ്മൾ ആ ബൗണ്ടി ഹണ്ടറിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കണമെന്നും എന്നിട്ട് പഴയതുപോലെ ഒന്നിക്കുവാൻ എന്തെങ്കിലും വഴി നമുക്ക് കണ്ടെത്താമെന്നും ഫ്രാങ്ക് മറ്റുള്ളവരോട് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഫ്രാങ്കും മറ്റു ഗോസ്റ്റ് റൈഡേഴ്സും അവിടുന്ന് മോണാർക്കിൻ്റെ ഷിപ്പ് തേടി അവരവരുടെ ബൈക്കിൽ പുറപ്പെടുകയാണ്. ഫ്രാങ്ക് അതിലൊരു ഗോസ്റ്റ് റൈഡറിൻ്റെ കൂടെ ഒരു ബൈക്കിൻ്റെ പുറകിലാണ് ഇരിക്കുന്നത്. പിന്നീട് ഇനി കാണിക്കുന്നത് മോണാർക്കിൻ്റെ ഷിപ്പിൽ കടന്ന് ഫൈറ്റ് ചെയ്യുന്ന 2ാമത്തെ ഗോസ്റ്റ് റൈഡറിനെയും മോണാർക്കിനെയും ഗ്ലാഡിയേറ്ററിനെയുമാണ്. ഇപ്പോൾ ഗ്ലാഡിയേറ്ററും മോണാർക്കും ഒന്നിച്ച് ഗോസ്റ്റ് റൈഡറിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കെ ആ ഷിപ്പിൽ നമ്മുടെ ഫ്രാങ്കും ബാക്കിയുള്ള ഗോസ്റ്റ് റൈഡേഴ്സും വരികയാണ്. ഇപ്പോൾ അത്രയും ഗോസ്റ്റ് റൈഡേഴ്സിനെ കണ്ട് മോണാർക്കും ഗ്ലാഡിയേറ്ററും ഞെട്ടുന്നു. അങ്ങനെ ഇപ്പോൾ മോണാർക്കിനോടും ഗ്ലാഡിയേറ്ററിനോടും എല്ലാ ഗോസ്റ്റ് റൈഡേഴ്സും പിന്നെ ഫ്രാങ്കും ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവരെല്ലാം കൂടി ആ ഷിപ്പിൽ അടികൂടിക്കൊണ്ടിരിക്കെ അവിടെ നമ്മുടെ ആക്സലും വോൾക്കരിയും വരുന്നു. അവർ രണ്ടുപേരും ഷിപ്പിൽ ഫ്രാങ്ക് വന്നിട്ടുണ്ടെന്ന് വിചാരിച്ച് ഫ്രാങ്കിനെ സഹായിക്കാനായി അങ്ങോട്ട് ചെന്നതും അവിടെ ഒരുപാട് ഗോസ്റ്റ് റൈഡേഴ്സിനെ കണ്ട് ആക്സലും വോൾക്കരിയും ഞെട്ടുകയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ഫ്രാങ്കാണ് ഈ ഗോസ്റ്റ് റൈഡേഴ്സിനെ എല്ലാം കൊണ്ടുവന്നതെന്നും അതിൻ്റെ പിന്നിലുള്ള കാരണം എല്ലാം അവർക്ക് സ്വയം മനസ്സിലാകുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ മോണാർക്കിനോടും ഗ്ലാഡിയേറ്ററിനോടും ഫൈറ്റ് ചെയ്യുവാൻ തുടങ്ങുകയാണ്. ഇതേ സമയം എല്ലാവരും ഒന്നിപ്പിച്ച് പഴയതുപോലെ ആകുവാൻ ഫ്രാങ്ക് ഒരു വഴി കണ്ടെത്തിയിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ പഴയതുപോലെ ആകണമെങ്കിൽ വലിയൊരു എനർജി വേണം. അതുകൊണ്ട് മോണാർക്കിൻ്റെ ഷിപ്പ് കൊണ്ടുപോയി അവിടെ അടുത്തുള്ള ആ ഗ്ലാഡിയേറ്ററിൻ്റെ വലിയ ഷിപ്പിൽ കൊണ്ടുപോയി ഇടിപ്പിച്ച് ഷിപ്പുകൾ തമ്മിൽ പൊട്ടിത്തെറിപ്പിച്ചാൽ അപ്പോൾ തന്നെ ഒരു വലിയ എനർജി ഉണ്ടാകും. എല്ലാ ഗോസ്റ്റ് റൈഡേഴ്സും ഒന്നിച്ച് ഒരു ഗോസ്റ്റ് റൈഡറായി മാറുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ തൻ്റെ പ്ലാനെല്ലാം ആക്സിലിനോട് പറഞ്ഞിട്ട് ഗോസ്റ്റ് റൈഡേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ളവരെ വേഗം ഈ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുവാൻ ഫ്രാങ്ക് ആക്സലിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ആക്സൽ വോൾക്കരിയോട് ആ ഗ്ലാഡിയേറ്ററിനെ എടുത്തുകൊണ്ട് ഇവിടുന്ന് പുറത്തേക്ക് കടക്കാൻ പറഞ്ഞിട്ട് ആ മോണാർക്കിനെയും കൊണ്ട് ആക്സൽ പുറത്തേക്ക് കടക്കാൻ പോയതും ആ മോണാർക്ക് അവൻ്റെ ഒരു കൈവിലങ്ങ് ആക്സലിൻ്റെ ഒരു കയ്യിലേക്ക് ഇട്ടിട്ട് ആ ഷിപ്പുമായി ലോക്ക് ചെയ്തിട്ട് നീ നേരത്തെ എന്നോട് ഫൈറ്റ് ചെയ്തതിന് നീ മരിക്കണമെന്ന് പറഞ്ഞ് മോണാർക്ക് അവിടുന്ന് തൻ്റെ ഒരു പ്രത്യേക വണ്ടിയിൽ പുറത്തേക്ക് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇപ്പോൾ ആക്സൽ തന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിച്ച് കരയുകയാണ്. ഇപ്പോൾ ആ കരച്ചിൽ നമ്മുടെ ഫ്രാങ്ക് കേൾക്കുന്നുണ്ടെങ്കിലും ഫ്രാങ്കിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഇപ്പോൾ ആ മോണാർക്കിൻ്റെ ഷിപ്പ് ഗ്ലാഡിയേറ്ററിൻ്റെ ഷിപ്പുമായി കൂട്ടിയിടിച്ച് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുകയാണ്. അങ്ങനെ ഇപ്പോൾ ആക്സൽ ആ പൊട്ടിത്തെറിയിൽ മരിച്ചത് കണ്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന വോൾക്കരിയുടെ അടുത്ത് ആക്സലിനെയും കൊണ്ട് നമ്മുടെ ഫ്രാങ്ക് വരികയാണ്. പൊട്ടിത്തെറിയിൽ ആക്സലിന് ഒന്നും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ എല്ലാ ഗോസ്റ്റ് റൈഡേഴ്സും ഒന്നിച്ചതുകൊണ്ട് ഫ്രാങ്കിന് പഴയതുപോലെ പവർ മുഴുവനും ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം ഫ്യൂലിംഗ് സ്റ്റേഷനിൽ നമ്മുടെ ഫ്രാങ്കും ആക്സലും
ആക്സലും പരസ്പരം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ മറ്റേ ഗ്ലാഡിയേറ്ററിന് ഫ്രാങ്ക് ആൾ നിരപരാധിയാണെന്ന് മനസ്സിലായതുകൊണ്ട് പുള്ളിക്കാരനോടുള്ള ഷിയാറുകാരുടെ ദേഷ്യമൊക്കെ മാറുവാൻ ഗ്ലാഡിയേറ്റർ ഫ്രാങ്കിനെ സഹായിക്കും. ഷിയാറും ഗ്ലാഡിയേറ്ററുമായി ഒന്നിച്ച് ഒരു കമ്മ്യൂണിറ്റി വർക്ക് ചെയ്യുവാൻ ഫ്രാങ്ക് തീരുമാനിച്ചു. അങ്ങനെ അതുവഴിയും ഷിയാർ ഗവൺമെൻറ് ഫ്രാങ്കിനോട് ക്ഷമിക്കും. പക്ഷേ ഇപ്പോൾ ആക്സലിനോട് നീ വലിയൊരു കോസ്മിക് എനർജി കൂടി ചേർന്ന പൊട്ടിത്തെറിയിൽ നിന്നും രക്ഷപ്പെട്ടതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ഫ്രാങ്ക് ആക്സലിനോട് ചോദിച്ചതും എനിക്ക് അങ്ങനെ യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫ്രാങ്കിൻ്റെ കയ്യിൽ നിന്നും ഫ്രാങ്കിൻ്റെ ബൈക്കും മേടിച്ച് പുള്ളിക്കാരി അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ആ പോകുന്നതിൻ്റെ ഇടയിൽ ആക്സൽ ഒരു ഗോസ്റ്റ് റൈഡറായി മാറുകയാണ്. ആ പൊട്ടിത്തെറിയിൽ കോസ്മിക് ഗോസ്റ്റ് റൈഡറിൻ്റെ കോസ്മിക് എനർജി മൂലം ആക്സൽ ഒരു ഗോസ്റ്റ് റൈഡറായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ.